ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു സൺഡേ ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ രാവിലെ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് തുണിയെ കഴുകാണ്ട് അതൊക്കെ തുണിയെ കഴുകാനൊക്കെ ഇട്ടിട്ട് രാവിലത്തേക്കുള്ള കാപ്പിക്കുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ട്, ഞാൻ നല്ല വറുത്തര ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടാക്കാൻ വെച്ചിട്ടുണ്ടോ തിളക്കി രണ്ട് വറുത്തരച്ച് ചിക്കൻ കറി ഇട്ട് ചപ്പാത്തി കൊണ്ട് സെറ്റാക്കണം. അപ്പം ചെന്നൈയിൽ നമ്മുടെ കുട്ടുമാമ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ രാവിലെ പോയി 6 മണിക്കൊക്കെ എണീച്ച് പോയി എന്ന് പറഞ്ഞിട്ട് വർക്കല പോയിക്കുക, എന്തോ വീഡിയോ ഒക്കെ ഒപ്പിച്ചിട്ട് അതൊക്കെ പറഞ്ഞിട്ട് പോയേക്കാണ്, ഇതിനെ കണ്ടില്ല. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തിന്നാന്ന് വിചാരിച്ചപ്പോൾ മണി എത്രയായി? 9:30 കണ്ടായി, 9:30 കേട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ വരും. പിന്നെ ഇന്നിന് വേറെ പ്ലാനിങ് ഒന്നും ഇല്ല. ലുലു പോകണമെന്ന് പറഞ്ഞ് ശാർക്കര പോകണമെന്ന് പറഞ്ഞു. പക്ഷെ മഴ 2 ദിവസം നല്ല മഴ ആയതുകൊണ്ട് ശാർക്കര പോയാൽ ചില പണി കിട്ടും. അപ്പോൾ എന്തൊരു കൂട്ട് പറയുന്നുണ്ട് നമുക്ക് ലുലു പോകാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നോക്കട്ടെ, ഇവിടെ പുറത്ത് എണീച്ചിട്ട് വരെ ആരും. അപ്പോൾ എണീറ്റ ശേഷമൊക്കെ നമുക്ക് തീരുമാനം എടുക്കാം, വഴിയേ കാണിക്കാം. രാവിലെ അവൻ്റെ അനുമാമ കൊണ്ടുവന്ന കിടുതാപ്പും കൊണ്ട് അനുമാമൻ്റെ കേസ് പറഞ്ഞില്ലല്ലോ, അനുമാമ വന്നിട്ടുണ്ട് ഗൈസ്. അല്ല, ഞാനും പ്രവാസ ജീവിതം മതിയാക്കി എൻ്റെ സഹോദരൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അനുമാമ കൊണ്ടുകൊടുത്തു, അവനോട് ആരോ കൊടുത്തു. ഇത് എൻ്റെ കത്രികയൊക്കെ എടുത്ത് ഇത് എന്ത് കാണിച്ചിട്ടേക്കുന്നത് ഇവിടെ മൊത്തം. അപ്പോൾ അത് വെച്ചിട്ട് ധ്യാനം ഉണ്ടാക്കിയതാണല്ലോ, നോക്കട്ടെ, കാണിച്ചു കൊടുക്കുന്നല്ലേ ഹാർട്ട്. പിന്നെ ആരുണ്ടാക്കി തന്ന ഈ ഹാർട്ടിന്റെ ഷേപ്പ് കൂട്ടുവാൻ ഉണ്ടാക്കി തന്നു. ബാക്കിയുള്ള മൊത്തം സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി. ക്രിയേറ്റിവിറ്റി നോക്കട്ടെ. സ്റ്റാൻഡൊക്കെ ഉണ്ട് ബാക്കിൽ, ഇതിപ്പോൾ ഉണ്ടാക്കിയാ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അത് പക്ഷെ ഭയങ്കര പാടാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിച്ചിട്ട് ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല. അതാണ് നിങ്ങൾ വേഗം അങ്ങനെ വയ്ക്കാൻ വളരെ ക്രിയേറ്റിവിറ്റിയോട് പാടാണതൊക്കെ. നിങ്ങൾക്ക് അറിയാമോ അതൊക്കെ? അവിടെ അപ്പിയിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ കണ്ട് തരാ കേട്ടാ. നോക്കട്ടെ, നിന്റെ കൂടെ കൂട്ടിക്കയറാൻ തന്നെ ഞാൻ പറഞ്ഞത്. ആണാ? പിന്നെ എന്താ കിടക്കണൂടാ? ഇപ്പം വലിയ ദുശീലങ്ങളാണിപ്പോൾ. അവിടെ കിട്ടാത്തതിൻ്റെ സമയം കഴിഞ്ഞ്. അവിടെ ആരുടെ അപ്പിട്ട് ചെയ്യണ? ഞാനൊന്നുമില്ല. നിന്റെ കൂടെ കൂട്ടിക്കയറ്റി എന്നെ ഞാൻ ആണാ? കൂട്ടിക്കയറ്റി എന്നെ നോക്കണോക്കാണ് ഉണ്ടാക്കാൻ വിളിച്ചു. ഫോണ് കുത്തി കുറച്ചാൽ മതി. ഇപ്പോൾ കൂട്ടിക്കയറാ, ഇപ്പോൾ വരാൻ ഞാൻ കമ്പടത്തോടെ. ഞാനപ്പോൾ അവിടെ നിന്ന് ചപ്പാത്തി ഉണ്ടായിക്കൊണ്ട് നിൽക്കാനായിട്ട് എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തു, പക്ഷെ ക്ലിയർ ആയില്ല സൗണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് വോയിസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അപ്പം കുട്ടു വർക്കല പോയേക്കാണ്. അപ്പോൾ അവൻ വരുമ്പോൾ വേണം ചപ്പാത്തി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾക്കുള്ള ആദ്യം അങ്ങ് ചുടുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ആരോ വന്ന് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ നോക്കി ചിരിച്ചാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തി എനിക്കും ധ്യാനത്തിനുള്ളത് മാത്രമേ ആദ്യമേ ഉണ്ടാക്കി, ബാക്കിയുള്ളവ ഉറക്കം എനിക്കിപ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. നമുക്ക് രണ്ടുകൂടെയുള്ള ചപ്പാത്തിയുടെ റെഡി ആയിട്ടുണ്ട്, ചപ്പാത്തിയും ചിക്കൻ കറി. അപ്പോൾ ഞാൻ ധ്യാനസൂടെ ചപ്പാത്തി കഴിക്കട്ടെ കേട്ടോ, ചപ്പാത്തി ചിക്കൻ കറിയും കഴിക്കട്ടെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആ പ്ലാനിങ് പെട്ടെന്ന് മാറി, ലുലുവിലോട്ട് പോകാനായി. ഞാൻ ശാർക്കര പറമ്പിലൊക്കെ പോകാന്നൊക്കെ പറഞ്ഞിരുന്നവരൊക്കെ പെട്ടെന്ന് മാറ്റി പിടിച്ചേട്ടോ. പിന്നെ ഞാൻ എടുപിടിയും ഇവിടെ കുളിച്ച് ജപിച്ച് റെഡിയായി, അപ്പോഴേ റെഡിയായി ഇറങ്ങിയാണ്. മുടിയും കെട്ടി അതിനൊന്നും സമയം കിട്ടില്ല കേട്ടോ, എടുത്ത് പിടിച്ചോണ്ട് ഓടി പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ലുലു എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് നേരെ നമ്മൾ 1:30 ആയോടെ എത്തിയപ്പോൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ധ്യാനുവിൻ്റെ ഏരിയയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ധ്യാനു നിന്ന് കൂട്ടുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ കുട്ടൂനെ ധ്യാനുവിനെ പറഞ്ഞു വിട്ടിട്ട് രണ്ടും കൂടെ കിടന്ന് എന്തൊക്കെ കാണിച്ച് കൂട്ടിയാതൊന്നും എനിക്കറിയത്തില്ല. എല്ലാം കൂടെ ട്രാഫിക് ജാം ആക്കി ഓരോന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ കയറി അതിനകത്തിരുന്നു. അവന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ധ്യാനുവാണ് വണ്ടി ഓടിക്കണമെങ്കിലും അവനും കൂടെ ഹാൻഡിൽ ചെയ്താലേ അത് പോവുള്ളൂ. ഇപ്പം എല്ലാം കഴിഞ്ഞതാ, വലിയ അംഗം കഴിഞ്ഞ് രണ്ടുകൂടെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ചിരിച്ചുകൊണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവർക്ക് രണ്ടുപേർക്കും ഈ സംഭവം ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നേ. അങ്ങനെ പിന്നെ അതും ചെയ്തു കേട്ടോ. രണ്ടും കൂടെ അടിച്ച് ഹൈ സ്കോർ എത്തി ഇതൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടിയൊക്കെ പോകുന്നുണ്ട്. ഇപ്പം രണ്ടുപേരും അടിച്ചു. അടുത്തത് കുട്ടു അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവനും അടിച്ചു. ഹൈ സ്കോറൊക്കെ ആരൊക്കെ കിട്ടിയെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മളൊരു ഗെയിം സെക്ഷനാണ് കേട്ടോ ഇവിടെ. അവിടെ എങ്ങനെ രണ്ടുകൂടെ ഒന്ന് കളിച്ചു. പിന്നെ അപ്പോൾ കുട്ടും ഞാനും അടി കളിക്കുന്നുണ്ട്, ഞാനും ചേട്ടനോടെ കളിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ബോൾ പിടിക്കുന്ന ഗെയിമുണ്ട്, അവിടെ ഞങ്ങൾ പോയി കളിച്ചു കേട്ടോ. ഇതൊക്കെയാണ് ലുലു പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മെയിൻ കളി, വേറെ ഒന്നുമില്ല. ചുമ്മാ ജസ്റ്റ് പിള്ളേരെ ഇത്. അപ്പോൾ ഈ സാധനത്തിൽ കൂട്ടു കയറണം, ഞാൻ പറഞ്ഞു നീ കയറടാന്ന് കൊണ്ട് ഞാൻ അവനെ കയറ്റി വിട്ടു, ഞാൻ പോയില്ല കേട്ടോ. അപ്പോൾ അവൻ വലിയ ധൈര്യത്തോടെ കയറി പോകുന്നുണ്ട്. അവിടെ പോയിരുന്നപ്പോഴത്തേക്ക് ആ ഒരു മാമനും അവനും പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ളായ ശേഷമേ കറക്കുള്ളൂ. പക്ഷെ അല്ല കേട്ടോ, അത് ഫുള്ള് കറക്കി. അവൻ കൈയും കാലും ഒക്കെ നൂത്ത് കാണിക്കുന്നുണ്ട്.
ഞാൻ വെച്ച് ഇറങ്ങുമ്പോൾ അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമോ എന്തോന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സംഭവം ഭയങ്കര സ്പീഡിലൊക്കെ ഇറങ്ങുന്ന കേട്ടോ, കണ്ട പേടിയാവും. പക്ഷെ നമ്മളതിൻ്റെ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ബോധമില്ല അവര് വീടാടാ തലറിയ കാലൊന്നും ഉറങ്ങണില്ല ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയിലൊക്കെ താന്നിട്ടേ പോകുന്നുള്ളതൊക്കെ പറഞ്ഞാൽ ഞാനും ജാനൂസിനെ പോയി ഓരോന്നൊക്കെ കയറിയത് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ജാനൂസിന് ഐസ്ക്രീം വന്നപ്പോൾ അമൂലിൻ്റെ നല്ല ഐസ്ക്രീം ഉണ്ട് അവിടെ നിന്ന്, അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്തു. നമുക്കുള്ള സാധനം വെയിറ്റിംഗ് ആണ്. അവിൽ മിൽക്ക് ഷേക്കിൻ്റെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കുട്ടു അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് കണ്ടുകൊടുക്കുക അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഐറ്റവും തന്നിട്ട്. അപ്പോഴത്തേക്ക് ഇതാ ഒരാൾ പോയി അവിടെ വന്നിട്ട് ഫലൂഡ വാങ്ങിക്കൊണ്ടുവന്നു. എന്താ കുൽഫി ഫലൂഡ അങ്ങനെ, പക്ഷെ സാധനം കൊള്ളാം കേട്ടോ, വെറൈറ്റിയാണ്. അപ്പോൾ അത് കുടിച്ചുകൊണ്ടപ്പോൾ ഞാൻ തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ നമുക്കുള്ള സാധനം വന്നിട്ട് ആവിൽ ഫലൂഡ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വെറൈറ്റി ഐറ്റം. ഇത് കുട്ടുവിൻ്റെ സ്ട്രോബെറിയുടെയാണ് കേട്ടോ. അപ്പോൾ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പം വെറൈറ്റി 2 വാങ്ങിച്ചപ്പോൾ ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ, അതുകൊണ്ട് നമ്മൾ 2 വാങ്ങിച്ചാണ്. അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയോ സീരിയസ് ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ക്യാമറ കണ്ണുകളിലൂടെ ധ്യാനം എടുത്തതായിട്ട് ഞാൻ കണ്ടില്ല ഗൈസ്. അപ്പോൾ കൊള്ളാം, വീഡിയോ എടുത്തതിന് പ്രശ്നമില്ല, അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇറങ്ങുമെന്നൊക്കെയാണ് ധ്യാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 6 മണി 6:15 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് അതുവരെയൊക്കെ അവിടെയൊക്കെ തലയൊക്കെ ആരും ഇറക്കി വിടത്തില്ലല്ലോ ലുലു ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ഇതാ ഇറങ്ങി. അപ്പോൾ വണ്ടി എടുക്കാൻ നേരത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല സീനറി, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ. നല്ല സൂര്യൻ 2 അസ്തമിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ആ സൂര്യാസ്തമയങ്ങൾ കണ്ടിട്ട് നമ്മൾ ലുലുന്ന് മടക്ക യാത്രയായി ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചത് എല്ലാവരും 4 വഴിക്ക് കിടന്നു കേട്ടോ. കൂട്ടുകാരൊക്കെയായി, ഞാൻ ക്ഷീണിച്ച്, ഞാനും ക്ഷീണിച്ച്, എല്ലാവരും ക്ഷീണിച്ച്. അപ്പോൾ പിന്നെ എല്ലാവരും പല വഴിക്ക് ഇതാ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6-6:30 മണിയായി ഏകദേശം. അപ്പോഴത്തേക്ക് ഇരുട്ടായി തുടങ്ങി, നല്ല മഴക്കോളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്, നല്ല മഴക്കോളം. അപ്പോൾ വീട്ടിൻ്റെ അവിടെ അമ്മ വിളിച്ചപ്പോൾ അവിടെയൊക്കെ നല്ല മഴ പെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നവരെ മഴ ലുലുലൊന്നും പെയ്തില്ല കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ ലുലുലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു. നാളത്തേക്കുള്ള മീൻ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മണി ഇപ്പോൾ 9:30 മണിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.